ചെറിയ മടുക്കലൊന്നും അല്ല മടുത്തു, നല്ലോണം മടുത്ത്. ഭയങ്കര ഇടങ്ങേറ്, ഭയങ്കര വലിയ മല, ഉദ്ദേശിച്ചേക്കാളും വലിയ മല. ഈ കുത്തന മലയാണ് മേളിലോട്ട് കയറണം എന്ന് പറയുന്നത്. നമ്മൾ വന്ന സ്ഥലമൊന്നും കാണാനൊന്നുമില്ല. അതെ എൻ്റെ പോന്നെ. അതെ ഞങ്ങളുടെ ഏകദേശം വെറുതെ കിടക്കുന്നുണ്ട, ജീവനുണ്ട്. ഈ മലയാണ് കയറേണ്ടത്. നമ്മൾ കയറി വന്ന കാട് കാണും. ആ കുളത്തിൻ്റെ അവിടെ നിന്നാണ് നമ്മൾ കയറി വന്നിട്ടോ. കാട്ടൊന്നും പോലട്ടോ, ഇനി സ്ലിപ്പാവേ. ആശാന് നമുക്ക് ഇവിടെ ടെന്റിനകത്തൊന്നും പറ്റില്ല എന്ന് പറയുന്നത്. പക്ഷെ നല്ല മഞ്ഞുണ്ട് കേട്ടോ, നല്ല മഞ്ഞുണ്ട് കേട്ടോ. ഇതുണ്ടോ നമ്മുടെ ബാക്ക് സൈഡ് മൊത്തം ഫുള്ളും പഞ്ഞിക്കട്ട ഇങ്ങനെ വിരിച്ചിട്ട പോലെ കേട്ടോ. ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. നമ്മൾ കഴിഞ്ഞ വട്ടം ആ ഒരു ഗുഹേൻ്റെ ഉള്ളിൽ പോയിട്ട് നമ്മളൊരു മല കയറാൻ പറ്റാതെ തിരിച്ചു വന്നില്ലേ. തിരിച്ചു വരികയല്ല, നമ്മൾ പേടിച്ച് കയറാതെ പോകുന്നല്ലോ, സമയം പോയിന്നും പറഞ്ഞുകൊണ്ട്. ആ മലയാണ് കേട്ടോ ഈ മല. ഈ മല, ഈ മലയുടെ ടോപ്പിലാണ് ഇന്ന് നമ്മൾ കയറാൻ പോണത്. നമ്മുടെ പുലിക്കുട്ടി റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്തി ഉറങ്ങാണോ? അതെ, നമ്മളെ പുലിക്കുട്ടി റെഡി ആയിട്ട് കൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും റെഡിയായി. ഞാനിപ്പോൾ ഇവിടെ നിന്ന് കാണിക്കാൻ കാര്യം, വണ്ടി മേളിലാണ് ഇടുക. ഞാനിപ്പോൾ ഇവിടെ നിന്ന് കാണിക്കാൻ കാര്യം എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഈ മലയുടെ വ്യൂ നല്ലോണം കിട്ടും. അപ്പോൾ ഇതൊന്നും ഇങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ നമ്മളെന്തായാലും കയറാൻ റെഡി ആയിട്ടാണ് നിൽക്കുന്നത്. ഇല്ലടാ ഈ മല കേട്ടോ. അതാ ഞാൻ കാണിച്ചത്, അതേ ആ മല കേട്ടോ, അതേ ആ മല. 3 മണിക്കൂർ വേണം മേളിലോട്ട് കയറി പോകാനെന്നാണ് പറയണത്. നമ്മുടെ അതാണ് ഇത്ര നേരത്തെ. ഇത്ര നേരത്തെ ഇപ്പോൾ 2 മണിയായില്ലേ? നല്ല വെയിലാണ്. 2 മണിയായി സമയം കേട്ടോ. പിന്നെ ഇവൻ എല്ലാം റെഡിയായി സെറ്റായിട്ട് നിൽക്കുകയാണ് കേട്ടോ പോകാൻ വേണ്ടിയിട്ട്. ഭയങ്കര വെയിൽ, നല്ല ചൂടും. കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും റെഡിയായി, ഞങ്ങളെന്തായാലും കയറാൻ റെഡിയായി. അപ്പോൾ കയറാനുള്ള പരിപാടിയാണ്. വണ്ടി കുറച്ച് അവിടെയാണ് ഇടുക, കുറച്ച് മുന്നോട്ടാണ് ഇടുക. അവിടെ പാർക്ക് ചെയ്തിട്ടാണ് നമ്മൾ പോകണം കേട്ടോ. അവിടെ പാർക്കിംഗ് ഒന്നുമല്ല, ഒരു കുളത്തിൻ്റെ സൈഡാണ്. കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുക അല്ലേ? അപ്പം റെഡിയല്ലേ? ഇന്ന് തകർക്കും. അതാ, ഇന്ന് ഞങ്ങൾ തകർക്കും. ഓക്കെ അല്ലേ? അപ്പോൾ എന്തായാലും ഞങ്ങൾ എല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട് മേലോട്ട് കയറിയിട്ട് കാണിക്കാം കേട്ടോ. ഓക്കെ, ഞങ്ങളിതാ കയറി പോവാണ് കേട്ടോ. കുറേ കയറാനുണ്ട്. കഥ വായും പൊളിച്ചു. ഒരുപാട് കയറാനുണ്ട്. ഞങ്ങൾക്ക് വന്ന സ്ഥലം തന്നെ കാണാനില്ല. നമ്മൾ ശരിക്കേ ഒരു ഇംഗ്ലീഷ് സിനിമയിലൊക്കെ കാണുന്ന പോലത്തെ കാടാട്ടോ. നല്ല ലോങ്ങുണ്ട് കേട്ടോ. ഈ പാറയുടെ അടുത്തൊക്കെ തണുപ്പുണ്ട് കേടാ. മൂന്ന് മണിക്കൂർ നടന്നു കഴിഞ്ഞാൽ ഈ മല കയറാതൊക്കെ താഴ്ന്ന് പറഞ്ഞിരുന്ന കേട്ടോ. നമ്മളെ പുലിക്കുട്ടി ഇരിക്കുന്നുണ്ടോ? കണ്ടോ? മുഖമൊക്കെ കണ്ടോ? വേർത്ത് ശീലിച്ച്. പക്ഷെ ഇവിടെ കയറി പോകാനുള്ള ഒരു വഴി കാണുന്നില്ല. ഒരു വഴി പോലെ എന്തെങ്കിലും ഒന്ന് കാണണ്ടേ? അതാണിപ്പോൾ ഞാൻ ആലോചിക്കുന്നത്. എങ്ങനെയാണെന്നുള്ളത് ഒരു ഓപ്ഷൻ കാണുന്നില്ല. ഇതിലൊരു ചെറിയ പാട് പോലെ ഉണ്ടോ ഇവിടെ? ഇത് അങ്ങോട്ടും ഭയങ്കര കുത്തനെ കയറ്റാണല്ലോ. എങ്ങനെ അത്? ഇത് നമ്മൾ ഉദ്ദേശിച്ചൊരു ലെവലിലേക്ക് അല്ലടാ പോകുന്നത്. ഇത് നമ്മൾ ഉദ്ദേശിച്ചമാതിരി മേലോട്ടല്ല പോകുന്നത്. ഈ മല കണ്ടോ? ഇങ്ങനെ കുത്തനെ നിൽക്കുക. തല ഇങ്ങനെ പൊക്കി നോക്കണം. ഈ പാറമ ചവിട്ടി നോക്കണേ, നല്ല വഴിക്കുന്നുണ്ട്. എടാ, ഇതെങ്ങനെ കയറും ഈ മല? നീ ഒന്ന് നോക്ക്, വേറെ വഴി കാണും. ഞാൻ ഇവിടെ കയറിയിട്ടൊന്ന് വിളിക്കാം, വഴി നോക്കാം. എനിക്ക് തോന്നുന്നില്ല അത് തന്നെയാണോ വഴി എന്നിട്ടാ. വെച്ചത് നേരെ കുത്തനെയല്ലടാ. ഇങ്ങനെ കുത്തനെ, ഇതിലെ കൂടെ എങ്ങനെ കയറി മുകളിലെത്തും? ഇവിടെ താഴത്തെ ആ വഴി കൂടെ പോയാലോ? ആ ആൽമരത്തിൻ്റെ
എന്താണ് എന്തായാലും കയറി നോക്കട്ടെ കേട്ടോ. ഏതായാലും ഇവിടെ വരെ വന്നില്ലേ. കയറാല്ലേ? ബാ, ചെറിയൊരു ഓപ്ഷൻ കാണുന്നുണ്ട് ഇവിടെ. മടുത്തൂലേ? ഇതിൻ്റെ ഉള്ളിൽ കൂടെ കാണാൻ കയറി പോയാ. ബാഗൊന്നും തടയരുതിട്ടാ. വാ, ഓ ഇതിവിടെ വരെ ഒരു അടയാളം കാണുന്നുള്ളൂ കയറി പോകുന്നത്. ഞങ്ങൾ കുറച്ചേരം ഇവിടെ ഇരുന്നു. വയ്യ, മടുത്തെന്ന് പറഞ്ഞാൽ ചെറിയ മടുക്കലൊന്നും അല്ല, മടുത്തു, നല്ലോണം മടുത്ത്. ഭയങ്കര ഇടങ്ങേറ്, ഭയങ്കര വലിയ മല, ഉദ്ദേശിച്ചേക്കാളും വലിയ മല, ഭയങ്കര കുത്തനൊക്കെ ഏറ്റവും കാടും ഒക്കെ ആയിട്ടേ. അതേ നോക്ക് ഒരുത്തരിക്കണതേ അടുത്തില്ലേ. ഇതാ വലിയ മലയുടെ നേരെ അടിയിലൂടെ ഒരു സൈഡ് പിടിച്ച് മേളിലോട്ട് കയറുക കേട്ടോ. കയറാൻ പറ്റുമോ നോക്കാം. പറ്റണം. ഇതുവരെയും കയറിയ സ്ഥിതിക്ക് എന്തായാലും മേളിൽ കയറി പറ്റണം. 3 മണിക്കൂറാണ് അവർ നടക്കണം എന്ന് പറഞ്ഞത്. ഏകദേശം 1.25 മണിക്കൂറൊക്കെ ആയല്ല അതില്ലേ? നോക്കാം. എന്തായാലും മേലോട്ട് നോക്കട്ടെ കേട്ടോ. പറ്റ ടയർഡാ. ഇവിടെ എത്തിയപ്പോൾ മരങ്ങളൊക്കെ മാറി കാടായിട്ടോ. ഓ ഇതേ ഒരു മല വെളിച്ചം കാണുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ടോപ്പിലെത്തണം, അതിനാ പണി. നമ്മുടെ താഴ്ഭാഗം, ഓ താഴ്ഭാഗം ഇങ്ങനെ കാണാം കേട്ടോ. നോക്കടാ, ഞങ്ങൾ ഏകദേശം എത്തിയിട്ടില്ല. ഇതാ മല കാണുന്നതേ. ഇനിയുണ്ട് കയറാൻ. കണ്ട, അത്രയും കയറാനുണ്ട്. ഞങ്ങൾ പകുതി എത്തി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷെ പകുതിയൊന്നും എത്തിയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം ഇവിടെ ഇങ്ങനെ റെസ്റ്റ് എടുക്കുക. ഇതുണ്ടോ മുള്ളമ്മന്തിയുടെ മുള്ളൊക്കെ, മുള്ളമ്മന്തിയുടെ മുള്ള്. മുള്ളമന്തി അതൊക്കെ ഉണ്ട്. മുള്ളമന്തി അല്ല ഇപ്പോൾ പ്രശ്നം. ഇതിപ്പോൾ എങ്ങനെയും ഒന്ന് കയറി എത്തണം വീട്ടിൽ. അതാണൊരു പ്രശ്നം. ഇവിടെ എവിടെയും ഇതാക്കാൻ പറ്റില്ല. ഈ സമയം പോകാനും പാടില്ല. 2.5 മണിക്കൂർ 2.5 മണിക്കൂറായി ഞങ്ങൾ കയറാൻ തുടങ്ങിയിട്ട്. 3 മണിക്കൂറായാലും പറഞ്ഞത്. പക്ഷെ 3 4 ഒന്നും പോരാ. ഇത് അത്രയും ലോങ് ഉണ്ട്. എൻ്റെ ലൈഫിൽ ഇതുപോലെ ഞാൻ കയറിയിട്ടില്ല കേട്ടോ. നീയോ കയറിണ്ടാ? എന്താ പയ്യേ? അപ്പം എന്ത് ചെയ്യാനാ? അപ്പം കയറി തന്നെ. എന്തായാലും 10 മിനിറ്റ് റെസ്റ്റ് എടുക്കട്ടെ. മടുത്ത്. എന്തായാലും കയറും ഇല്ലടാ. ഇവിടെ വരെ എത്തി. അപ്പം എന്തായാലും കയറാൻ നോക്കാം. ഭയങ്കര ക്ഷീണമായി പോയി. ഭയങ്കരമായിട്ട് ടയർഡായി പോയി. ചുണ്ടൊക്കെ ഭയങ്കര ഡ്രൈ ആയി. എന്തായാലും കുറച്ചുകൂടി മേലോട്ട് കയറട്ടെ. ഹലോ, വർത്തമാനം പറയാൻ വയ്യ കഴിച്ചിട്ടേ. അതെ, ഞങ്ങളുടെ ഏകദേശം ഇതേ എവിടുത്തെ കിടക്കണണ്ട ജീവനുണ്ട്. ഈ മലയാണ് കയറേണ്ടത്. ഇതെങ്ങനെ കയറുന്ന ഒരു പിടുത്തമില്ല. ഇവിടെ തന്നെ എത്തിയത് നമ്മൾ അവിടുന്ന് വന്ന സൈഡിൽ നിന്ന് ഒരു കുളമൊക്കെ കണ്ടില്ലേ? ആ കുളമൊക്കെ ഇവിടുന്ന് കാണാം കേട്ടോ. ക്യാമറയിൽ കാണുന്നുണ്ടോയെന്നറിയില്ല, ചെറുതായിട്ട് കാണാം. ഓ, വല്ലാത്തൊരു വൈബ് തന്നെ മോനെ. ഇപ്പോഴാണെങ്കിൽ അടിപൊളി കാറ്റും ഭയങ്കര രസം. പക്ഷെ ഒരു രക്ഷയില്ല. അവിടെ നിന്ന് നിൽക്കാൻ പറ്റില്ല, മര്യാദയ്ക്ക് നിൽക്കാൻ പറ്റില്ല. അത്രയും കല്ലൊക്കെ ആയിട്ടേ. ഇതിലേക്ക് കയറണം. എന്താ ഇങ്ങനെ കയറണം? അതെങ്ങനെ കയറും? എന്തായാലും നോക്കട്ടെ കേട്ടോ. എടുത്തണതേ എന്തായാലും കുറച്ചുകൂടി കയറാനുണ്ട്. കയറിയിട്ട് നോക്കട്ടെ കേട്ടോ, എന്നിട്ട് പറയാം എന്താ സെറ്റപ്പ് എന്ന്. വന്നിട്ട് അല്ല, ഒന്നുകൂടി നോക്കിയിട്ട് കയറിയിട്ട് പറയാം അല്ലടാ. ആ മലയാണ് കയറേണ്ടത്. ഇതിലെങ്ങനെ ഇറങ്ങി ഇതിലെങ്ങനെ പോയി ഇതിലെങ്ങനെ കയറണം.
വയനാട്ടിലെ ഏറ്റവും വലിയ വയനാട്ടിലെ ഏറ്റവും വലുതത് കുടിലേക്ക് വേറെ എവിടെയും ഞാൻ കണ്ടിട്ടില്ല. ഓക്കെ, എന്തായാലും കയറിയിട്ട് പറയാം, കാണിക്കേ. സംസാരിക്കാനൊന്നും വയ്യ, കിതച്ചിട്ടേ മടുത്തോടാ. എനിക്ക് ഏറ്റവും കയറി നല്ല ടയർഡായില്ലേ? ഞങ്ങളിതാ ഏകദേശം ഇവിടെ എത്തിട്ടോ. ഞങ്ങൾ ഏകദേശം പറഞ്ഞ് ഏകദേശം സ്പോട്ടിലെത്തി. പക്ഷെ ഒരുപാട് കയറിട്ടോ. എൻ്റെ ലൈഫിൽ ഞാൻ കയറിയിട്ടില്ല കേട്ടോ. സത്യം പറഞ്ഞ എൻ്റെ ലൈഫിൽ ഇതുപോലൊരു മല ഞാൻ കയറിയിട്ടില്ല. ഇത് കണ്ടോ, നമ്മൾ വന്ന ഭാഗം കണ്ടോ, നമ്മൾ ആ കുളം കാണുന്നുണ്ടോ ഇതിനകത്ത്? ആ കുളവും വന്ന റോഡുകളും നമ്മൾ അവിടുന്ന് വന്ന വഴികളൊക്കെ കാണുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് കാണുന്നുണ്ട് ഇങ്ങനെ കാണാൻ സാധ്യത കുറവാണ്. കണ്ട എത്ര ദൂരം നമ്മൾ കയറി വന്നല്ലേ. സമയം നോക്കട്ടെ കേട്ടോ, നമ്മൾ എത്ര ടൈം കൊണ്ട് എത്തി എന്നുള്ളത് നോക്കിയില്ല. 5:25. അപ്പോൾ 3, 4, 5 3.5 മണിക്കൂർ കൊണ്ട് എത്തി. 3.5 മണിക്കൂർ കൊണ്ട് എത്തിട്ടോ. 3 മണിക്കൂറാണ് അവർ പറഞ്ഞത്. ശരിയായിരിക്കും, 3 മണിക്കൂർ കൊണ്ട് നോർമലി എത്തുമായിരിക്കും. നമ്മൾ ഈ ലഗേജൊക്കെ ഉണ്ടായതുകൊണ്ട് 3.5 മണിക്കൂറായി. എന്തായാലും നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തെത്തി. ഇത് ഓരോ സെക്ഷനായിട്ടാട്ടോ മല. ഇത് വേറൊരു മല. ഇത് വലിയ അങ്ങോട്ട് ദൂരമില്ല, ഇവിടുന്ന് വലിയ ദൂരമില്ല. ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ അങ്ങ് കയറാനേ ഉള്ളൂ. അത് വേറൊരു മല. പിന്നെ അത് അമ്പൂത്തി മലയാണ് ആ മല. അത് ഇതിനേക്കാൾ കുറച്ചുകൂടി ഹൈറ്റാണ്. പക്ഷെ ആ മലയിൽ കയറണമെങ്കിൽ എന്തായാലും ഇനി 10 മിനിറ്റ് റെസ്റ്റ് എടുക്കട്ടെ. അതേ നമ്മുടെ വെള്ളത്തിൻ്റെ ഇതൊക്കെ തണലത്ത് വെച്ചതാണ്. ഇനിയിപ്പോൾ അത് ഇതായി പോകണ്ട, ചൂടാവണ്ടെന്ന് ഓർത്തിട്ടേ എന്തായാലും കുറച്ച് നേരം റെസ്റ്റ് എടുക്കട്ടെ കേട്ടോ. ഭയങ്കര ക്ഷീണടാ. ഇവന് തൊടുപോയി തേരെ തേരെ തേരെ. നമ്മൾ ആ താഴ്ഭാഗങ്ങളൊക്കെ കണ്ടോ? നമ്മൾ വന്ന വഴി, അമ്പലവയലിൽ നിന്ന് വന്ന വഴികളാണ്. ആ ഒരു വഴി ഇങ്ങനെ ടാറിട്ട വഴി പോലെ കാണുന്നുണ്ട്. അത് കാണുന്നുണ്ടോ? ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടോ? പിന്നെ അതുപോലെ നമ്മുടെ കാറ് നിർത്തിയിട്ട് സ്ഥലം ആ കുളമല്ലേ, കുളത്തിൻ്റെ അവിടെ വേറെ 2 വൈറ്റ് കളർ കാറുണ്ട്. അതിൻ്റെ തൊട്ടിപ്പുറത്ത് ആയിട്ട് നമ്മുടെ കാറുണ്ട്. അത് ഇവിടുത്തെ കറക്റ്റ് കാണുന്നില്ല, കുറച്ചേ കാണുന്നുള്ളൂ. അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ ലൊക്കേഷൻ. ഞാനത് കാണിച്ചു തരാം കേട്ടോ. ശരിക്കും അതേ ആ കുളം കണ്ട, ആ കുളത്തിൻ്റെ അടുത്ത് അതേ ഒരു വൈറ്റ് കളർ കാറ്. അവിടെ 2 കാറ് കിടപ്പുണ്ട്. അതിനകത്ത് ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ കാറ് കിടപ്പുണ്ട് കേട്ടോ. ഇതൊക്കെയാണ് ഇവിടുത്തെ വ്യൂ. ഇത് കണ്ടോ, ഇത് അങ്ങനെ വന്ന ആ ഒരു റോഡില്ലേ, അത് ആ റോഡ് കണ്ടോ? ആ റോഡാണ് നമ്മൾ വന്ന വഴി. ആ വയലിൻ്റെ സൈഡിൽ കൂടെ അതൊരു വര മാത്രം, ഒരു വര പോലെ. പക്ഷെ നല്ല വ്യൂ കേട്ടോ. ഉണ്ടോ ആ സൈഡിലോട്ട് ഉണ്ടോ? ഉണ്ടോ? അതൊക്കെ ഏതാ സ്ഥലങ്ങളെന്ന് അറിയില്ല. പക്ഷെ ഇവിടെയൊക്കെ ഏതാ ബത്തേരി ആണോ എന്നറിയാം. ഇവിടെ ഒരു ടൗൺ ഉണ്ട്. അത് ഏതാ ടൗൺ എന്നറിയില്ല. ഈ ടൗണ് ഏതാ ടൗണെന്ന് അറിയില്ല. എന്തായാലും നല്ല ഭംഗിയുണ്ടല്ലേ. എന്തായാലും അടിപൊളി ഒരു വ്യൂ ആണ്. കയറി വന്നത് എന്തായാലും മുതലായി. നമുക്ക് കുറച്ച് കട്ടൻ കാപ്പി ഇട്ട് കുടിക്കാം അല്ലടാ. നീ താഴോട്ടൊക്കെ ഒന്ന് പോലട്ടാ, ഇവിടുന്ന് സ്ലിപ്പാവേ. ഓ അങ്ങനെയൊന്നും പറയല്ലേ. ഇവിടെ എന്തായാലും നമ്മളിന്ന് വന്ന ഏരിയ നല്ല സൂപ്പർ ഏരിയ അല്ലേ. അതാ ഞാൻ പറഞ്ഞ എന്റെ കൂടെ നീ ഇങ്ങ് വന്നാ മതി. ഇതോടാ നമ്മുടെ ചായ തിളച്ചു. ഞങ്ങളുടെ ചായ ഒക്കെ തിളച്ചു, നല്ല സെറ്റപ്പായിട്ടിരിക്കുന്നുണ്ട്. ഇനി ചായ കുടിച്ചിട്ടുള്ളൂ ബാക്കി പരിപാടി. ഓ ഭയങ്കര ചൂടാണല്ലോ. പിന്നെ തിളച്ച വെള്ളം ചൂടുണ്ടാവില്ല അല്ലേ.
കുടിയടാ. നമ്മുടെ ടെൻ്റെല്ലാം അടിച്ച് സെറ്റാക്കി കേട്ടോ. ദേ നമ്മൾ ടെൻറ്റ് സെറ്റാക്കി, ലൈറ്റ് സെറ്റാക്കി, സൂര്യൻ ഇത് പോവാൻ റെഡി ആയിട്ടിരിക്കുന്നത്. എല്ലാം ഇരുണ്ട് കറുത്ത് വരുന്നുണ്ട്. ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. എന്തായാലും സംഭവം സെറ്റാട്ടോ. ഇല്ലടാ, എന്തൊരു മൂഡ് ഓഫ്. ക്ഷീണായ ഇവന് ഭയങ്കര ക്ഷീണമായി ആ കയറ്റം കയറിയപ്പോഴേ. അതുപോലുള്ള കുന്നല്ലേ, അതുപോലുള്ള കുന്ന. എന്താ വെച്ചാൽ 3-3.5 മണിക്കൂർ ഈ ലഗേജും വെച്ച് നടന്നില്ലേ ഇതിന് മലയുടെ മുകളിലോട്ടേ. കുത്തനെ കയറ്റല്ലേ. കുഴപ്പമില്ല, എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇല്ലടാ, കുഴപ്പമില്ലല്ലേ, ഉഷാറല്ലേ. രാവിലെ ചിലപ്പോൾ അടിപൊളിയൊരു വ്യൂ ഉണ്ടാവും കേട്ടോ. അത് നോക്കണം നമുക്ക്. എന്തായാലും നമുക്ക് ഇത്രയും കഷ്ടപ്പെട്ട് കയറിയതിനുള്ള മുതലായി. നമുക്ക് ഇങ്ങനെയൊക്കെ കാണാൻ പറ്റിയല്ലോ. എന്തൊരു ഭംഗിയല്ലേ. ഇതൊക്കെയാണ് നമ്മുടെ പ്രകൃതിയുടെ ഭംഗി. അപ്പോൾ എന്തായാലും ടെൻ്റെല്ലാം സെറ്റ് ചെയ്തു. നമ്മളിനി പരിപാടി, ഇന്നത്തെ കുക്കിംഗ് ഞങ്ങൾ വേറൊരു രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് സെറ്റാക്കാം. എന്തായാലും കുറച്ചുകൂടി ഒന്ന് ഇരുട്ടാവട്ടെ, ലൈറ്റൊക്കെ എല്ലാം ഒന്ന് സെറ്റായി ഒന്ന് സെറ്റാവട്ടെ അല്ലേ. അപ്പോൾ എന്തായാലും ഒന്ന് സെറ്റാവട്ടെ, എന്നിട്ട് കാണിക്കാം. എന്തായാലും നമുക്ക് ലൈറ്റൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കാം. എന്തായാലും ഞങ്ങൾ ഫുഡിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, അതെന്തായാലും സെറ്റായി കേട്ടോ. എന്താ കാര്യം എന്ന് വെച്ചാൽ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഫുഡ് കൊണ്ടുവന്നു, ഇലയിൽ പൊതിഞ്ഞ് ചോറ് കൊണ്ടുവന്നു. എന്താ കാര്യം എന്നറിയോ, ഞങ്ങൾ ഈ മല കയറാൻ വന്നുകൊണ്ട് ഞങ്ങൾക്കൊരു സംശയമായിരുന്നു. ഞങ്ങൾ ഇവിടെ മേളിൽ എത്തിപ്പെടുമോ എത്തിപ്പെടില്ലേ എന്നുള്ളൊരു സംശയമായിരുന്നു. അപ്പോൾ ഇനി അഥവാ എത്തിപ്പെട്ടില്ലെങ്കിൽ നമ്മൾ പകുതിക്ക് കുടുങ്ങി പോവുക, അല്ലെങ്കിൽ അവിടുത്തെ എങ്ങനെയാലും പാറയിൽ കിടക്കേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കുക്ക് ചെയ്യാനൊന്നും പറ്റില്ലല്ലോ, കാടല്ലേ, കരിയിലല്ലേ. അപ്പോൾ അങ്ങനെ വീട്ടിൽ നിന്ന് എന്തായാലും ഞങ്ങൾ 2 പൊതി കൊണ്ടുവന്നു. അപ്പോൾ അതാണ് ഇന്നത്തെ ഫുഡ് കേട്ടോ. വേറെ പ്രത്യേകിച്ച് ഇന്ന് പാചകമൊന്നുമില്ല. കട്ടൻ കാപ്പി എടുത്ത് കുടിച്ചു, ഉണ്ടാക്കി കുടിച്ചു. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. എന്താ വെച്ചാൽ ഞങ്ങൾക്കൊരു ഉറപ്പില്ലായിരുന്നു, ഇവിടെ എത്തിപ്പെടാൻ പറ്റും എന്നൊരു ഉറപ്പില്ലായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. എന്തായാലും നമ്മൾ എത്തിപ്പെട്ടു. എന്തായാലും ഞാൻ ഭക്ഷണം എടുത്ത് കഴിക്കുക, അത് തന്നെ പരിപാടി അല്ലേ. കഴിക്കല്ലേ, നടക്ക്. അടിപൊളി പൊതിച്ചോറാട്ടാ. വാ, അടിപൊളി മോരുകറി കേട്ടാ. സെറ്റപ്പ് മോരുകറി. ഇതെന്താ? ഇത് അടിപൊളി സാധനം. അതെ, നല്ല ലിവർ ഫ്രൈ ആക്കിയത്. എന്തായാലും ഇത് സെറ്റാണല്ലോ. ഇത് ചോറടാ, ഇത് ചോറ്. ഇത് അതിൽ ചോറിഞ്ഞില്ലേ? ഒരുമിച്ചാണ്. ഇതെന്താ നോക്കട്ടെ കേട്ടോ. ഇത് നമ്മുടെ ചിക്കൻ. ഇത് ഞാൻ കണ്ടിരുന്നു, പാക്ക് ചെയ്യണത് ഞാൻ കണ്ടിരുന്നു. ചിക്കൻ ഇത് കണ്ടാ, ചിക്കൻ ചെറുതാക്കി അരിച്ച് നല്ല ചില്ലി ആക്കിയത്. അടിപൊളി ഫുഡായിട്ട്. എന്തായാലും പിള്ളേർ പകുതി വഴിക്ക് കുടുങ്ങണേ കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചു വീട്ടിൽ നിന്ന് തന്നു വിട്ടതാ. ഇത് കുറച്ച് ഓവറായി പോയില്ലേ? കുറച്ച് ഓവറായില്ലേ. നല്ല മോരുകറി. എന്നാ എന്തായാലും ഇന്നത്തെ ഫുഡ് സെറ്റാട്ടോ. നല്ല പൊതിച്ചോറാ.
ഒഴിക്കട്ടെ മോരുകറി? അടിപൊളി ലിവർ ഫ്രൈ ആട്ടാ. നല്ല ടേസ്റ്റ് ഉണ്ട്. അടിപൊളിയില്ലേ? നന്നായിട്ട് ഫ്രൈ ആയി. എന്താ ചിക്കൻ എടുത്തോട്ടാ. അപ്പൊ എന്തായാലും കഴിക്കട്ടെ കേട്ടോ. ലിവർ ഉണ്ട് സെറ്റല്ലേ? അടിപൊളി ലിവർ ഫ്രൈ ഇട്ടാ. ഫുഡ് സെറ്റല്ലടാ? അങ്ങനത്തെ ഫുഡ് അടിപൊളി. എന്താ നോക്കിയാ ബീഫ് ഫ്രൈ. സംഭവം എന്തൊക്കെയായാലും നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ചോറും കറി ഒരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ. അപ്പൊ ചിക്കൻ അല്ലെങ്കിലും ഇപ്പൊ ഈ മോരുകറി മാത്രമാണെങ്കിലും അതൊരു വേറെ ടേസ്റ്റ് തന്നെ അല്ലേ? കൊള്ളാലടാ. കറി വേണ്ടേ? ചോദിച്ചോ, നീ കഴിച്ചു. എനിക്ക് മതി. എന്താ പൊതിച്ചോറിന് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ അല്ലടാ? എന്തായാലും നമ്മളെ ഫുഡടി നല്ല സെറ്റായിട്ടാ. ഒരു പറ്റു പോലും കളയാൻ തോന്നുന്നില്ല. നമ്മൾ ഇത്രയും ഏറ്റി കൊണ്ടുവന്നല്ലേ. കേറി വന്നപ്പോഴായിരുന്നില്ലേ വെള്ളം കൂടി. ശരിക്കും ടയർഡായി. നല്ല ക്ഷീണായില്ലേ? പക്ഷെ നമ്മള് കഴിഞ്ഞ വട്ടം കേറിയപ്പോഴൊന്നും ക്ഷീണല്ലായിരുന്നു. പിന്നെയും കേറി പോവായിരുന്നു മേലോട്ട്. പിന്നെ അപ്പം നമ്മുടെ ഫുഡടി എല്ലാം ഏകദേശം കഴിഞ്ഞു. പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നല്ലേ, അപ്പോൾ അതങ്ങനെ കളയാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്താ വെച്ചാൽ അങ്ങനെ കളയാൻ വേണ്ടി കൊണ്ടുവന്നതല്ല. നമ്മൾ പകുതി വഴിക്ക് ഞങ്ങൾ ഈ മല കയറുമ്പോഴേ എത്താൻ പറ്റിയില്ലെങ്കിൽ പകുതി വഴിക്ക് ടെൻ്റ് അടിച്ച് കൂടി അവിടുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അറേഞ്ച് ചെയ്ത് കൊണ്ടുവന്നാട്ടോ. പക്ഷേ ശരിക്കും പറഞ്ഞാൽ പകുതി വഴിക്ക് നമ്മൾ കുടുങ്ങിയിരുന്നെങ്കിൽ പകുതി വഴിക്ക് നിന്ന് നമുക്ക് കഴിക്കാനും പറ്റൂല, അവിടെ ടെൻ്റ് അടിക്കാനും പറ്റൂല. ടെൻ്റ് അടിക്കാനും പറ്റില്ല. അങ്ങനത്തെ ഒരു ഏരിയ ആണ്. എന്താ വെച്ചാൽ മൊത്തം ഉരുണ്ട് ഇത്ര വലിയ പാറകളല്ലേ. അതിൻ്റെ മുകളിൽ ടെൻ്റ് അടിക്കാനും പറ്റില്ല, മര്യാദയ്ക്ക് കിടക്കാൻ പറ്റില്ല. പിന്നെ കാടുമാണ്, പിന്നെ മൃഗങ്ങളുണ്ട്. താഴ്ഭാഗത്ത് ഇഷ്ടംപോലെ മൃഗങ്ങളുണ്ട്. ആ മുള്ളമ്പന്നി, ആ പന്നി, കരടി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരു പരുവത്തിന് ഇങ്ങനെ കയറി ഇങ്ങനെ വന്നേ ഉള്ളൂ. പക്ഷെ ഇവിടെ ഒന്നും അങ്ങനത്തെ ഒരു പ്രശ്നമില്ല കേട്ടോ. ഇവിടെ വന്നാൽ ഒന്നുമില്ല ഇറ്റങ്ങൾക്ക് തിന്നാനും, ഫുള്ളും നിരന്ന് കിടക്കുകയല്ലേ. അപ്പം എന്തായാലും അങ്ങനെയൊക്കെയായിരുന്നു ഇന്നത്തെ കഥകൾ. പിന്നെ എന്തായാലും ഫുഡ് ഓക്കെ, നല്ല പക്ക ഫുഡാണ് കേട്ടോ. നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചോറ് പൊതിച്ചോറല്ലേ, അപ്പോൾ അതിൻ്റെതായ ടേസ്റ്റും എന്തായാലും സെറ്റായില്ലേ, ഫുള്ളായില്ലേ. അപ്പോൾ അങ്ങനെ സെറ്റാക്കാം അല്ലേ. അപ്പോൾ എന്തായാലും ഞങ്ങൾ കിടക്കാനുള്ള പരിപാടി നോക്കാം കേട്ടോ. ഇവനിവിടെയും ഞാൻ ഇതിനകത്തും. എന്താ വെച്ചാൽ ഇവന് ടെൻറ്റിനകത്ത് കിടക്കണ അത്ര ഇഷ്ടം തോന്നിയിട്ടില്ല. അന്ന് കിടന്നതോടു കൂടി അവന് ടെൻറ്റിനകത്ത് അത്ര ഇഷ്ടമല്ല. അന്ന് നമ്മൾ ആ പാറപ്പുറത്ത് കിടന്നത്, അല്ല പാറയിൽ പോയപ്പോഴും ഇവൻ പുറത്താണല്ലോ കിടന്നത്, ആ മഞ്ഞിൽ. ഇന്നിപ്പോൾ അതിനേക്കാളും മഞ്ഞായിരിക്കും ഇവിടെ എങ്കിലും. അപ്പോൾ കോട്ടുണ്ട്, അപ്പോൾ കോട്ടൊക്കെ ഉണ്ട് സെറ്റായിട്ട് അന്ന് വന്നിരിക്കുന്നത്. അന്ന് കോട്ടൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ചെയ്യാം അല്ലേ. ഓക്കെ, ഞാനപ്പോൾ ഇതിനകത്ത് കയറട്ടെ, ആ സാധനങ്ങളൊക്കെ നിർത്തി വെക്കാം അല്ലേ. പക്ഷെ നല്ല മഞ്ഞുണ്ട് കേട്ടോ, നല്ല മഞ്ഞുണ്ട് കേട്ടോ. നിനക്ക് ഇങ്ങോട്ട് കയറി കിടക്കണമെങ്കിൽ വന്ന് കിടക്കണേ കേട്ടോ, മഞ്ഞ് കൂടുമ്പോൾ. ഞങ്ങളെന്തായാലും ഒരുപാട് കഷ്ടപ്പെട്ട് ഇതിൻ്റെ മുകളിൽ വന്നു. ഞങ്ങൾ ഭക്ഷണം കഴിച്ചു, ഞങ്ങൾ ടെൻ്റ് അടിച്ചു, നമ്മൾ കിടന്നു. ഞാൻ ടെൻറ്റിനകത്തും നമ്മുടെ ആശാൻ പുറത്തുമാണ്. അതെ, ആശാൻ പുറത്താണല്ലോ എപ്പോഴും അല്ലേ. ആശാൻ എപ്പോഴും പുറത്താണല്ലോ എന്ന്. അപ്പോൾ എന്തായാലും കയറി കിടക്കട്ടെ, രാവിലെ കാണാം. ഓക്കെ, ഗുഡ് നൈറ്റ്. ഓക്കെ അല്ലടാ, എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഓക്കെ.
അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ മലകയറ്റത്തിൻ്റെ കഥകൾ. പിന്നെ ഇനി നേരം വെളുക്കും പറയാം ഇവിടുത്തെ എന്താണ് അവസ്ഥ, കോടമഞ്ഞ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നേരം വെളുക്കും പറയാം. അപ്പോൾ എന്തായാലും അതും കൂടി കണ്ടിട്ട് നമുക്ക് താഴോട്ട് ഇറങ്ങി പോവാം. താഴോട്ട് ഇറങ്ങി പോകാന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് 3.5 മണിക്കൂറാണെങ്കിൽ അങ്ങോട്ട് ചിലപ്പോൾ ഒരു 2.5 മണിക്കൂർ മതിയാവും ചിലപ്പോൾ. എന്താ വെച്ചാൽ ഇവിടെ ഇറക്കമല്ലേ. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഇരുന്നാ വന്നത്. ഇനിയിപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ അങ്ങനെ ഒരു ആവശ്യം വരില്ലല്ലോ. എന്തായാലും നോക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് രാവിലെ കാണാം. എന്തായാലും നോക്കട്ടെ രാവിലത്തെ സ്ഥിതിഗതികൾ എന്താണെന്നുള്ളത് അറിയില്ല. നമ്മുടെ ആശാൻ എനിക്ക് പേടിയാവണം. എന്താ വെച്ചാൽ നല്ല മഞ്ഞുണ്ട്. മഞ്ഞത്ത് പാവം കിടന്നാൽ ശരിയാവൂന്നാ. നിനക്കേ ഓവർ തണുപ്പാകുമ്പോൾ കയറി വരണം കേട്ടോ. ഓക്കെ, നീ വിളിച്ചാൽ മതി. ലൈറ്റൊക്കെ കയ്യിലില്ലേ? ഓക്കെ, എന്നാൽ പിന്നെ ഞാൻ കിടക്കട്ടെ. ശരി കേട്ടാ. അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ് എല്ലാവർക്കും. ഗുഡ് മോർണിംഗ്. എന്തായാലും നേരം വെളുത്തു. നമ്മുടെ ആശാൻ പുറത്തുണ്ട്. എൻ്റെ പൊന്നെ, ഒരു രക്ഷയില്ല കേട്ടാ. ഒരു സാധനം കാണാനില്ല. താഴെ വെറും പഞ്ഞിക്കെട്ട് പോലെയാണ് കിടക്കണത്. ഒന്നും കാണാനില്ല, വെറും പഞ്ഞിക്കെട്ട് പോലെ. എന്താ ലുക്കില്ലേ? ഓ, ഈ സൈഡ് നോക്ക്. എന്റെ മോനെ, ഒരു രക്ഷയില്ല കേട്ടോ. ആ മല മൂടിയതായിരുന്നു കുറച്ചു മുമ്പ്. ഇപ്പൊ കുറച്ച് ഇറങ്ങിയതാകട്ട്. അതാ വേറൊരു ചെറിയ കഷ്ണം കണ്ടതോ അവിടെ. അങ്ങ് എന്താ ഭംഗി നോക്ക്. ഇതുണ്ടോ, നമ്മുടെ ബാക്ക് സൈഡ് മൊത്തം ഫുള്ളും പഞ്ഞിക്കട്ട ഇങ്ങനെ വിരിച്ചിട്ട പോലെ ഉണ്ട് കേട്ടോ. ഭയങ്കര വ്യൂ. ഭയങ്കര നഷ്ടമായ കേട്ടോ. നമ്മള് എത്തിപ്പെട്ട സ്ഥലം എന്തായാലും അടിപൊളി സ്ഥലം. ഭയങ്കര തണുപ്പും നല്ല കാറ്റും നല്ലൊരു കാലാവസ്ഥ. അടിപൊളി. നമുക്കെന്തായാലും കുറച്ച് കട്ടൻ കാപ്പി ഉണ്ടാക്കടാ. തൊണ്ടവനെടുക്കണ്ടല്ലേ? നമ്മുടെ ആശാനേ പുറത്ത് കിടന്നിട്ടേ ഇന്ന് ഇപ്പൊ അന്നത്തെ ട്രിപ്പും ഈ ട്രിപ്പും ഒക്കെ കൂടെ പുറത്ത് കിടന്നപ്പോ പുള്ളിക്ക് ഇവിടെ നീരിറക്കം പോലെ തൊണ്ടവേദന എടുക്കുന്നുണ്ട്. അപ്പൊ കട്ടൻ കാപ്പി വെച്ചൊന്ന് സെറ്റാക്കി കൊടുക്കട്ടെ കേട്ടാ. തണുപ്പുണ്ടല്ലടാ. ഈ മേൽഭാഗം ആയതുകൊണ്ട് എത്ര വെളിച്ചട്ടോ. ഇവിടെ പിന്നെ കാടുകളൊന്നുമില്ലല്ലോ. ഇപ്പൊ നമ്മുടെ ചായ റെഡിയായി. അടിപൊളി ചായ അല്ലേട്ടാ, കട്ടൻ കാപ്പി. ആശാന ഗ്ലാസ് കൊണ്ട് കൊടുക്കട്ടെ. ആശാന ഇവിടെ എന്നാ കാപ്പി ഇടും. അടിപൊളി. വലിയ തണുപ്പില്ല അല്ലേ, ഒരു മേടിയും തണുപ്പുള്ളൂ അല്ലേ. എന്തായാലും നല്ലൊരു ഫീലിംഗ് തന്നെ അല്ലേ. നമ്മളെ ശരിക്കും പറഞ്ഞാ ഇവിടെ വന്നില്ലെങ്കിൽ വല്ലാത്തൊരു നഷ്ടമായില്ലടാ. അതുപോലെ ഫീലിംഗ് അല്ലേ. എടാ ആ മല മൂടിയല്ലോ, ആ കഷ്ണം. ഇത് മൂടി വരികയാണോ? മഞ്ഞ് ഇങ്ങനെ ഇതായി വരികയാണോ? ഞാൻ വിചാരിച്ചു ഇവിടുന്നുള്ള മഞ്ഞ് താഴെ ഇറങ്ങി ഇത് പൊന്തി വരികയാണ്, മൂടി വരിക. ഞങ്ങൾ എന്തായാലും ഇതൊക്കെ ഒന്ന് ഒതുക്കി വൃത്തിയാക്കട്ടെ കേട്ടോ. എന്താ വെച്ചാല് ഇപ്പൊ തന്നെ 7:30 തൊണ്ടയ്ക്കൊക്കെ ഭയങ്കര പ്രശ്നം, തണുപ്പ്.
ഇപ്പൊ തന്നെ 7 8:30 9:30 2 മണിക്കൂർ 3.5 മണിക്കൂർ ഇങ്ങോട്ട് കയറാനെടുത്തു. അപ്പൊ ഇനി അങ്ങോട്ട് പോകാൻ 2 മണിക്കൂറെങ്കിലും എടുക്കും. 2-2.5 മണിക്കൂറെങ്കിലും എടുക്കും അല്ലേ. പിന്നെ അപ്പൊ ഞങ്ങൾ ഇപ്പൊ ഇറങ്ങിയാലേ 10 മണിയാകുമ്പോ എത്തുള്ളൂ. അപ്പൊ ഞങ്ങൾ എന്തായാലും ഇതൊന്ന് ഒതുക്കട്ടെ കേട്ടോ. ആ സൈഡൊക്കെ നോക്ക്, കണ്ടിട്ട് പോവാൻ തോന്നുന്നില്ലടാ. ഇപ്പൊ ആ ഭാഗം നോക്ക്, രണ്ട് കഷ്ണം പോലെ, കടലിന്റെ തിരമാല പോലെ ഇല്ലേ. അതുണ്ടോ, 2 കഷ്ണമായി, അവിടെ ഒരു തട്ടായി ഇവിടെ ഒരു തട്ടായി. അടിപൊളി കേട്ടോ, ഫുള്ള് നല്ല പഞ്ഞി പോലത്തെ മേഘം. അത് മനസ്സിലാവുണ്ടോന്ന് അറിയില്ല, അടിപൊളി. ഇതുണ്ടോ എന്താണ് അവസ്ഥ നോക്ക്. എന്തായാലും ഞങ്ങൾ ഇറങ്ങാൻ പോകട്ടോ. ഞങ്ങൾ എന്തായാലും ടെന്റൊക്കെ മടക്കി ഒന്ന് സെറ്റ് ആകട്ടെ. അവിടുന്ന് ഒതുക്കാം അല്ലേ. വെയിലായി തുടങ്ങും. നമ്മുടെ ടെന്റ് മടക്കാൻ പിന്നെ ഈസിയാ, അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല അല്ലേ. പഴയ ടെന്റ് ആണെങ്കിൽ ഒരു കമ്പ് വെച്ച് ഇങ്ങനെ കുത്തി ഇളക്കി അത് ഭയങ്കര പാടാം. ഇത് നേരെ അപ്പൊ ഞങ്ങൾ എന്തായാലും ടെന്റ് എല്ലാം മടക്കി ഈ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് പതുക്കെ ഇറങ്ങുക കേട്ടോ. അല്ലെങ്കിൽ എന്താ അറിയോ, സമയം ഒരുപാടാവും. അപ്പൊ അങ്ങനെ ചെയ്യാം. ഓക്കെ, ഹലോ, ഞങ്ങളെന്തായാലും സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് ഞങ്ങൾ ഇറങ്ങുക കേട്ടോ. ഓ, ഇവിടുന്ന് ഇറങ്ങാൻ തോന്നുന്നില്ല. നോക്ക് ഇവിടുത്തെ വൈബ്, സമയം കൂടുന്തോറും ഇവിടെ സെറ്റായി വരിക കേട്ടോ. ഒന്നും കാണാനില്ല. നോക്ക്, എന്താ വെച്ചാലേ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ തന്നെ സമയം ഒരുപാടാവും. അപ്പോൾ 10 മണിയൊക്കെ ആവും താഴെ എത്താൻ. നമുക്ക് അങ്ങ് താഴെ എത്തണ്ടേ. ഇത് വേണ്ട. ഓ, എന്താ ലുക്ക് അല്ലേ. അപ്പം ഞങ്ങൾ എന്തായാലും ഇറങ്ങട്ടെ കേട്ടോ. ഇറങ്ങി എത്താനാണ് പാട്. എന്തായാലും കുഴപ്പമില്ല. ഓക്കെ, ഇനിയിപ്പോൾ താഴെ എത്തിയിട്ടേ കാണിക്കുള്ളൂ കേട്ടോ. ഇനി ഞങ്ങൾ ക്യാമറയൊക്കെ എടുത്ത് വെച്ചിട്ട് ഒരൊറ്റ ഇറക്കം അല്ലടാ, ഇതുപോലത്തെ ഇറക്കം ഇറങ്ങി പോകണം. വേണ്ട, താഴെയൊക്കെ നോക്ക്, മഞ്ഞ്. ഇതുപോലെ ഇറങ്ങി പോകണം, അതാണ് പാട്. മുട്ടുകാലൊക്കെ വേനയായി തുടങ്ങി. ഇറക്കം കുറച്ച് ഡേഞ്ചറാണ് ഈ ഒരു മല. അങ്ങോട്ടെത്തുമ്പോൾ പിന്നെ കാടാണ്, പക്ഷെ ഇത് കുറച്ച് കുത്തനെയാണ്. കണ്ട, സൂക്ഷിച്ചിറങ്ങിട്ടാ. അപ്പോൾ ഓക്കെ, കുറച്ച് കഴിഞ്ഞിട്ട് കാണിക്കാം കേട്ടോ. ക്യാമറയൊക്കെ എടുത്ത് വെക്കണം, അല്ലെങ്കിൽ പിടിച്ചിറങ്ങാൻ പറ്റില്ലേ. അപ്പോൾ ഓക്കെ, സൂക്ഷിച്ചിറങ്ങിട്ടാ. കയറിയതുപോലെ ഇറങ്ങാൻ പറ്റില്ല, എല്ലാം സൂക്ഷിക്കണം. ഞങ്ങൾ കയറി വന്നതിൽ കുറച്ച് റിസ്ക് ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ ഇത്. ഈ ഒരു ഭാഗം ഭയങ്കര കുത്തനിറക്കാം. കയറി വന്നതിൽ കുറച്ച് റിസ്ക് ഉള്ളൊരു ഏരിയ ആണ് ഇത്. ഇത് കണ്ടോ, ഭയങ്കര കുത്തനെ, ഭയങ്കര കുത്തനൊരു ഇറക്കാണിത്. സ്ലിപ്പായി കഴിഞ്ഞാൽ പടപടാന്ന് ഫുട്ബോൾ തെറിക്കണ മാതിരി തെറിച്ച് താഴോട്ട് പോകും. ഇവിടെ ഇറങ്ങാനാ കുറച്ച് പാട്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങോട്ട് പോകണം, പക്ഷെ അതാണ് ഭയങ്കര കുത്തനെ ഇറക്കുക. എന്തായാലും നോക്കട്ടെ കേട്ടോ. ഞങ്ങൾ ഈ മലയുടെ ഭാഗം, പാറയുടെ ഭാഗം അങ്ങ് കഴിഞ്ഞു കേട്ടോ. മീൻസ് വലിയ പാറയുടെ കേട്ടോ. ഇനിയുള്ളത് ഇനി കാട് ഭാഗമാണേ. ഇനി താഴോട്ട് മൊത്തം കാടാണ്. എന്നിട്ടും താഴ്ഭാഗത്തൊന്നും നേരം വെളുത്തിട്ടില്ല. പക്ഷെ ഇതിറങ്ങാനാ കുറച്ച് റിസ്ക്. ഇതിറങ്ങാനും റിസ്ക് ആയിരുന്നു. എന്നാലും കാട് ഭാഗത്തുമ്പോൾ ഈ രാവിലെയൊക്കെ ആകുമ്പോൾ എന്തെങ്കിലും ഉണ്ടാവുമോ എന്നുള്ളൊരു പേടിയാണ്. ഒന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കാം. എന്തായാലും ഇറങ്ങാൻ പോവാം. ഇറങ്ങാതെ ഇപ്പോൾ ഇവിടെ നിന്നാൽ പറ്റില്ലല്ലോ. ഇത് നമ്മുടെ ആശാൻ അങ്ങെത്തി. അപ്പോൾ ഓക്കെ, കുറച്ച് ഇറങ്ങിയിട്ട് കാണിക്കാം കേട്ടോ.
നമ്മൾ ഇന്നലെ കയറി വന്ന സ്ഥലങ്ങളതൊക്കെ. ഇവിടെ നിന്ന് നേരം വെളുത്തിട്ട് തന്നെ ഇല്ല. ഉണ്ടോ? അയ്യോ ഉണ്ടോ മല? എന്തായാലും ക്യാമറയിൽ ചാർജ് കുറവാട്ടോ. ഇനിയിപ്പോൾ കുത്തിയിടാനൊന്നും ഉള്ള സമയമില്ലല്ലോ. അപ്പോൾ ചിലപ്പോൾ ഓഫ് ആവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഓഫ് ആവുകയാണെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാം ചെയ്യാം കേട്ടോ. ഓഫായിട്ടില്ലെങ്കിൽ കുറച്ചുകൂടി താഴെ പോകുമ്പോൾ ഞാൻ കാണിക്കേ. ഓക്കെ ബൈ.